വെൽക്കം ടു സുനീത് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു ഇലക്ട്രിക് വയർ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പം കുറച്ച് ഇലക്ട്രിക് വയർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് വാങ്ങിയത്, എങ്ങനെ നമുക്കൊരു ഇലക്ട്രിക് വയർ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളെ പറ്റിയും വയറിനെ പറ്റിയും നല്ല ധാരണയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് തുടക്കക്കാർക്കും സാധാരണക്കാർക്കും വേണ്ടി മാത്രം ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. HRFR, ROHS, HIR, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ HRFR എന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻസ് ഫ്ലെയിം റിട്ടാർഡൻറ്റ് കേബിൾ എന്നാണ്. അപ്പോൾ HRFR ഉള്ള കേബിളുകൾക്ക് കൂടുതൽ ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉരുകി പോകത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു കേബിൾ സെലക്ട് ചെയ്യുമ്പോൾ HRFR അല്ലെങ്കിൽ FR എങ്കിലും മിനിമം നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഇത് വന്നിട്ട് ലൈഫ് ലൈൻ പ്ലസ് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ്. സേഫ്റ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ഇലക്ട്രിക്കൽ വയർ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഹാവെൽസ്, പോളിക്യാബ്, RR, വി-ഗാർഡ് തുടങ്ങിയ കമ്പനികളാണ്. അതുപോലെ തന്നെ വേറെ ചില ബ്രാൻഡുകളായ ട്രാക്കോ, അത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. ഒക്കെ വളരെ നല്ല മികച്ച വയറുകൾ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ വയറുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു ചാർട്ടിലൂടെ പരിശോധിക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ വയർ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയർ സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ചാർട്ട് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മളൊരു വയർ സെലക്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എല്ലാവരും കയറി ഹാവെൽസിൻ്റെ വയർ എടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ചാർട്ട്. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാവുന്നതാണ് എല്ലാ ബ്രാൻഡഡ് മോഡൽസിൻ്റെയും ഒരു ക്ലാസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് മോഡൽ, ഇൻസുലേഷൻ മേക്ക്, ക്ലാസ്, റെസിസ്റ്റൻസ് പെർ km at 20 degree Celsius, insulation thickness, diameter, current carrying capacity, oxygen index, പിന്നെ പ്രൈസ് റേഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള മേജർ ബ്രാൻഡ്സ് ഹാവെൽസ്, പോളിക്യാബ്, ബാറ്റൺ, RR, ഫിനോലെക്സ്, വി-ഗാർഡ്, ഗോൾഡ് മെഡൽ, ട്രാക്കോ, അപ്പാർ, അങ്ങനെ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരുവിധം ബ്രാൻഡഡ് ഇലക്ട്രിക് വയർസിൻ്റെ എല്ലാം ലിസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഗ്രീൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഹാവെൽസ് ലൈൻ പ്ലസ്, സ്റ്റാൻഡേർഡ് ഹീറ്റ് ഷീൽഡ്, പോളിക്യാബ് ഗ്രീൻ, ബോൺടൺ, RR യുണിലെ, ഫിനോലെക്സ് ഫ്ലെയിം ഗാർഡ്, പിന്നെ അപ്പാർ അനുശക്തി, റിയോ ഫ്രം ഹാവെൽസ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം ചില കോളം നമ്മൾ ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു വയർ സെഗ്മെൻറ്റിന് ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഹാവെൽസ് ലൈൻ പ്ലസ് ആണെങ്കിൽ ഇൻസുലേഷൻ മേക്ക് HRFR ആണ്. ഈ ഹീറ്റ് റെസിസ്റ്റൻസ് ഫയർ റിട്ടാർഡൻറ്റ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ അതേ ഒരു ഫീച്ചർ വരുന്നത് തന്നെയാണ് HTRFR. ഇപ്പോൾ എല്ലാ വയറുകളും FR ആണെന്ന് കാണാം, ഫയർ റിട്ടാർഡൻറ്റ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മളൊരു വയർ സെലക്ട് ചെയ്യുമ്പോൾ ആ വയർ മാക്സിമം ഫയർ റിട്ടാർഡ് ആണോ എന്നെങ്കിലും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 3 വയർ നമുക്ക് നോക്കാം. ഹാവെൽസ്, സ്റ്റാൻഡേർഡ് ഹീറ്റ് ഷീൽഡ്, പോളിക്യാബ് ഗ്രീൻ. ഇതിലെല്ലാം നോക്കുമ്പോൾ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹാവെൽസിന് 15 ആണ്, പോളിക്യാബ് ഗ്രീൻ 40.64 ഉണ്ട്, സ്റ്റാൻഡേർഡ് ഹീറ്റ് ഷീൽഡിനും 15 ഉണ്ട്. ബാക്കി വരുന്ന
RR, പോളിക്യാബ്, FR, ഫിനോലെക്സ് ഗോൾഡിനൊക്കെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി മുകളിൽ പറഞ്ഞ മൂന്നെണ്ണത്തിനേക്കാൾ കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് വയറിനാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന്. അപാർ അനുശക്തിയാണ് ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള ഇലക്ട്രിക്കൽ വയർ. 16 അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. എന്നിരുന്നാലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വയറുകൾ ഏത് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. ക്ലാസ് 2, ക്ലാസ് 5 അങ്ങനെ 2 കാറ്റഗറി വയറുകളാണ് ഇന്നുള്ളത്. ഇപ്പോൾ ക്ലാസ് 2 ആർക്ക് വേണ്ടിയാണ്, ക്ലാസ് 5 ആർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ നോക്കാം. തീർച്ചയായും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൗസ് വയറിങ്ങിനാണ്. അപ്പോൾ ഹൗസ് വയറിങ്ങിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്ലാസ് 2 വയറുകളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കറണ്ട് റെസിസ്റ്റ് ചെയ്യുന്നത് ക്ലാസ് 5 വയറുകൾക്ക് കൂടുതലാണ്. നമുക്ക് കാണാം എല്ലാം 19.5 ആണ്. പക്ഷേ നേരെ മറിച്ച് ക്ലാസ് 2 വയറുകൾക്ക് 18.1 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് കറണ്ട് വേസ്റ്റേജ് വരാൻ ക്ലാസ് 5 വയറുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് വരാം. അപ്പോൾ ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോൾ ക്ലാസ് 5 വയർ യൂസ് ചെയ്തിരിക്കുന്ന വീടുകളിൽ കറണ്ട് ചാർജ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ക്ലാസ് 2 വയറുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ നമുക്ക് നോക്കാവുന്ന അടുത്തൊരു ഫീച്ചറാണ് പ്രൈസ്. അപ്പോൾ ഇത് പ്രീമിയം, ആവറേജ്, ലോ എന്നുള്ളൊരു 3 കാറ്റഗറിയിലാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചും നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചും നമുക്ക് നല്ലൊരു വയർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു മീഡിയം ബഡ്ജറ്റാണ്, നല്ലൊരു വയർ വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫിനോലെക്സ് ഗോൾഡോ പോളിക്യാബ് FRO ആണ്. കാരണം ഫിനോലെക്സ് ഗോൾഡും പോളിക്യാബ് FRഉം വളരെ മികച്ച വയറുകളാണ്. അതൊരു ആവറേജ് എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ. അതല്ല നിങ്ങൾക്ക് വളരെ ഹൈ ക്വാളിറ്റി വയറുകളാണ് ആവശ്യമെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും മികച്ച 2 വയറുകൾ എന്ന് പറഞ്ഞാൽ ഹാവ്ലെസ് ലൈൻ പ്ലസും പോളിക്യാബ് ഗ്രീനും തന്നെയാണ്. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്കിത് രണ്ടും വിശ്വസിച്ചെടുക്കാവുന്നതാണ്. ഈ വയറുകൾ ടെമ്പറേച്ചർ കൂടിയെന്ന് വെച്ച് പെട്ടെന്ന് വയറിൻ്റെ ഇൻസുലേഷൻ മെൽറ്റായി പോകത്തില്ല. ഒരുപാട് നേരം റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ വയറുകൾക്കുണ്ട്. അപ്പോൾ ഒരുപാട് ചാത്തൻ വയറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോയമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡഡ് വയറുകളും വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും. എല്ലാ വയറും ഫേക്ക് ആണെന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഒരുപാട് സ്ഥലങ്ങളിൽ GST ഒക്കെ വെട്ടിച്ചിട്ട് എമൗണ്ട് വളരെ കുറച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അല്ലാതെ തന്നെ ഒറിജിനൽ വയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും വിൽക്കുന്നതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ കോയമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി വയറെടുക്കുമ്പോൾ കഴിയുന്നതും ഒരു ഇലക്ട്രീഷ്യനെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയറുകളെ കുറിച്ച് നല്ല നോളേജുള്ള, പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് വയറുകളെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരാളിനെ കൊണ്ട് തന്നെ പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇലക്ട്രിക്കൽ വയർ വാങ്ങുന്നതിന് മുന്നേ ഈ ചാർട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാം ഏത് വയറാണ് ബെസ്റ്റ്. കാരണം ഓരോ ഇലക്ട്രീഷ്യന്മാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല വയറുകളും ബെസ്റ്റാണെന്ന് ഇന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കടയിൽ പോയി തിരക്കുമ്പോൾ അവർ പറയും ഇതല്ല, മറ്റേ വയറാണ് ഏറ്റവും മികച്ചതെന്ന്. അവരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്നതും പ്രോഫിറ്റ് കിട്ടുന്നതുമായ വയറിനെ അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന 4 മികച്ച വയറുകൾ ഹാവ്ലെസ് ലൈൻ പ്ലസ്, പോളിക്യാബ് ഗ്രീൻ, ഫിനോലെക്സ് ഗോൾഡ്, ഫിനോലെക്സ് FR, പിന്നെ നമുക്ക് RR സൂപ്രക്സും നോക്കാവുന്നതാണ്. ഈ 5 വയറുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. വി-ഗാർഡും ട്രാക്കോയും ഒട്ടും മോശമല്ലാത്ത വയറുകൾ തന്നെയാണ്. ട്രാക്കോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയാണ്, വളരെ വിലക്കുറവാണ്. അപ്പോൾ വളരെ സാധാരണക്കാരനായ ഒരാളിന് വളരെ ലോ ബഡ്ജറ്റിൽ ഒരു വീട് നിർമ്മിക്കാനാണെങ്കിൽ ട്രാക്കോയുടെ വയറുകൾ എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ അതിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ട്രാക്കോയുടെ വയറുകൾക്ക് തിക്നെസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്കത് പൈപ്പിൽ കൂടി കയറ്റാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ആ വയറിനെ
സപ്പോർട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ കമ്മീഷൻ കിട്ടുന്നതും കുറവായതുകൊണ്ട് പല ഇലക്ട്രീഷ്യന്മാരും ട്രാക്കോയുടെ വയറുകളെ സപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നില്ല. അപാർ അണുശക്തി പോലുള്ള വയറുകൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് 5 വയറുകളിൽ ഏറ്റവും മികച്ച വയർ തന്നെയാണ് അപാർ അണുശക്തി. അപ്പോൾ നിങ്ങളൊരു വീടിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വയർ എടുക്കുകയാണെങ്കിൽ ഈ ചാർട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ സൂക്ഷിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ റെഫർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരത്തേക്കും ബൈ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇനിയുള്ള വീഡിയോകളും തുടർന്ന് കാണണം. ഇതൊരു ഹെൽപ്പിംഗ് വീഡിയോ ആകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. ഞാനൊരു എക്സ്പേർട്ടായ ഇലക്ട്രീഷ്യൻ അല്ല. ഞാൻ എൻ്റെ വീടാവശ്യത്തിന് വേണ്ടി ഇലക്ട്രിക്കൽ വയർ എടുത്തപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് മാത്രം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ചില മിസ്റ്റേക്കുകൾ ഞാൻ എൻ്റെ സംസാരത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.